ഈശോ മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ധനഹാകാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിചിന്തനമായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗം എത്രയോ ആത്മീയ ചിന്തകൾ നൽകുന്ന വചനഭാഗമാണ്. ആ ആത്മീയ ചിന്തകളെ നമുക്ക് ഈ ദിവസം ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പുള്ള വചനഭാഗം ധ്യാനിച്ചപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന രംഗം നമ്മൾ വായിച്ചപ്പോൾ അവസാനത്തെ വാക്യം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല. 1-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനം. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി എന്നാണ് വചനം അവസാനിപ്പിക്കുന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ പരസ്യമായി പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ഈശോ കഫർനാമിലാണ്. കഫർനാം നമുക്കറിയാം പത്രോസിന്റെ ഭവനമാണ്. ആ ഭവനത്തിലാണ് ഈശോ വചനം പഠിപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഈശോ വചനം ഉപയോഗിച്ചാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഈശോയുടെ സംസാര രീതി എന്ന് പറഞ്ഞാൽ വചനമാണ്. ഈശോയുടെ അധരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദൈവവചനമാണ്. ആ വചനമാണ് ഈശോ ജനത്തോട് സംസാരിച്ചതും പഠിപ്പിച്ചതും. നമുക്ക് അറിയാം, ഈശോയുടെ പരസ്യജീവിതത്തിലും പീഡാനുഭവത്തിന് ശേഷം എല്ലാം ഈശോ പഠിപ്പിക്കുന്നത് ഈ വചന ശൈലി ഉപയോഗിച്ചാണ്. നടപടി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 3-ാം തിരുവചനം. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തിയോടാണെങ്കിലും ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വരുന്നത് വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തെരഞ്ഞെടുത്തവരായി നമ്മുടെ ഉള്ളിലും ദൈവവചനം നിറയണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ വചനം ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിയമാവർത്തന പുസ്തകത്തിന്റെ 30-ാം അധ്യായം 14-ാം തിരുവചനം. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. ലൂക്കാസ് സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 45-ാം തിരുവചനം. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിന്നാൽ നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലാണേലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നത് ഈ വചനത്തിനനുസരിച്ചുള്ള രീതിയായിരിക്കും. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനും മറ്റുള്ളവരോട് വചനം നിറഞ്ഞ് പറയാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 1-ാമത്തെ ആത്മീയ സത്യമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് പിന്നീട് 4 പേര് ഒരു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ജനക്കൂട്ടം നിമിത്തം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മുമ്പിൽ ഒരു പ്രതിസന്ധി നിൽക്കുകയാണ്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ ഈ 4 പേർക്ക് ചിന്തിക്കാം, ഒരുപാട് ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു, ഈശോയെ കാണാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം, വേറൊരവസരത്തിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ വേണേ ഇവർക്ക് സംസാരിക്കാമായിരുന്നു പരസ്പരം. പക്ഷേ ഈ തളർവാദ രോഗിയുടെ ഒരു പ്രതിബദ്ധതയുണ്ടായിരുന്നു ഈ 4 പേർക്ക്. അതുകൊണ്ട് അവർ ആ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് മേൽക്കൂര പൊളിച്ച് ഈശോയുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് കർത്താവിൻ്റെ അടുത്തെത്തുക, സൗഖ്യത്തിനായി കർത്താവിൻ്റെ അടുത്തെത്തുക. മർക്കോസ് സുവിശേഷം മുഴുവൻ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, കുഷ്ഠരോഗിയുടെ രംഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ കുഷ്ഠരോഗി കർത്താവിനെ കാണാനായി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഈശോയുടെ ചുറ്റും ആളുകളുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിന്റെ 13-ാം അധ്യായം 45-46 തിരുവചനങ്ങൾ കുഷ്ഠരോഗി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വചനം പറയുന്നത്. ആ ഒരു നിയമത്തെ എല്ലാം മാറ്റി നിർത്തി ചുറ്റുമുള്ള ഈശോയുടെ ചുറ്റുമുള്ള ജനത്തെ ഒന്നും ഗവനിക്കാതെ ഈശോയുടെ അടുത്തേക്ക് പോകുന്ന കുഷ്ഠരോഗി അവൻ ഈശോയുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി അപേക്ഷിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈനീട്ടി, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കർത്താവ് അവന് സൗഖ്യം നൽകുകയാണ്. ഈശോയെ തൊടുന്ന രക്തസ്രാവക്കാരി സ്ത്രീ ചുറ്റും ജനക്കൂട്ടം തിങ്ങി നിൽക്കുകയാണ്. പ്രതിസന്ധി ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ രക്തസ്രാവക്കാരി കർത്താവിന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടുകയാണ്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ ബർത്തമയോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ കടന്നു പോകുന്നറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ.
ചുറ്റുമുള്ള ജനക്കൂട്ടം മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഉച്ചത്തിൽ അവൻ വീണ്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി. മുമ്പിൽ പ്രതിസന്ധി നിൽക്കുമ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെയൊക്കെ കാണും. നമ്മൾ കർത്താവിനോട് അടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പല ജനക്കൂട്ടം നമ്മളോട് പറയാം, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോയിട്ട് വലിയ കാര്യമുണ്ടോ, ഇതൊന്നും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് പല ജനക്കൂട്ടങ്ങളും കർത്താവിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ അകറ്റാനായിട്ട് ശ്രമിക്കും. നമ്മളും പലപ്പോഴൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മുമ്പിലൊരു പ്രതിസന്ധി വന്നാൽ വിശ്വാസ മേഖലയിൽ ഏതെല്ലാം പ്രതിസന്ധി നിന്നെ നേരിട്ടാലും അതിനെല്ലാം തരണം ചെയ്ത് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുക. അതിനുശേഷം കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. നോക്കിയേ, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള വിശ്വാസം നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ, അതായത് വിശ്വാസത്തെ കാണാനായിട്ട് പറ്റുമോ? ഇവിടെ കർത്താവ് പറയുന്നത് ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട്, അവരുടെ പ്രവൃത്തികൾ കണ്ട് ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ യാക്കോബ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും വിശ്വാസം നിറയട്ടെ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വിശ്വാസം നിറഞ്ഞ് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കാണും. ആ പ്രാർത്ഥന കണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുമുള്ളവരിൽ ആത്മീയ മേഖലയിൽ, വിശ്വാസ മേഖലയിൽ തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാകാം, നമുക്കറിയാവുന്ന വ്യക്തികളിലൊക്കെ ആകാം. ഒരു നിമിഷം അവർക്ക് വേണ്ടി നമ്മളൊന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥന കണ്ട് അവരെ കർത്താവ് സുഖപ്പെടുത്തും. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ജീവൻ നമുക്കറിയാം. നീണ്ട 17 വർഷത്തെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് സമ്മാനിച്ചത് വിശുദ്ധ അഗസ്ത്യനെയാണ്. സഭയിൽ ഒരു വിശുദ്ധനെ സമ്മാനിക്കുകയാണ് നീണ്ട 17 വർഷത്തെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണീരിനും പ്രാർത്ഥനകൾക്കെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരമുണ്ട് എന്നുള്ള വലിയ സന്ദേശം കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് തരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ അധരങ്ങളിൽ നിന്നും ദൈവവചനങ്ങൾ ഉരുവിടട്ടെ. വചനത്തിൻ്റെ അഭിഷേകത്താൽ ഓരോ നിമിഷവും നമ്മൾ നിറയട്ടെ. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയെങ്കിൽ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ സൗഖ്യത്തിനായി, രക്ഷയ്ക്കായി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ മക്കൾക്ക് സൗഖ്യം നൽകും എന്നുള്ള വലിയൊരു ആത്മീയ സത്യം നമുക്കിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ, ഇന്നേ ദിവസം നമ്മൾ വിശുദ്ധ കുർബാനയിൽ എല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മളിൽ വളർന്നു വരാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.